ഹലോ ഫ്രണ്ട്സ്, മൈ മസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ 100ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഇവിടം വരെ എത്താൻ സഹായിച്ചത് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ. ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഒട്ടും കരുതിയില്ല ഞാനിവിടെ നിന്ന് 100ാമത്തെ എപ്പിസോഡും ചെയ്തിരിക്കുമെന്നൊന്നും. അപ്പോൾ ഇനി ഞങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. ശരിക്കും ഞങ്ങളുടെ ലക്ഷ്യത്തിലോട്ടൊന്നും എത്തിയിട്ടില്ല, പക്ഷേ ഞങ്ങൾ തുടർന്ന് പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ 100ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ഞാനൊരു സ്വീറ്റ് വെറൈറ്റി അലുവ ആയിക്കോട്ടെന്ന്. ഇത് ശരിക്കും ഞാൻ വെളിയിൽ നിന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പം വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന്. ഇത് സിമ്പിളായിട്ട് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അലുവ കേട്ടോ. നമ്മുടെ ബ്രെഡ് വെച്ചിട്ടാണ് ഈ അലുവ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഈ ബ്രെഡ് അലുവ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പം ബ്രെഡ് അലുവ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 സ്ലൈസ് ബ്രെഡാണ്. കൂട്ടത്തിൽ തന്നെ കുറച്ച് ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും കുറച്ച് ഏലക്കപ്പൊടിയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഈ മുറിച്ച് വെച്ച ബ്രെഡൊക്കെ ഒന്നിട്ട് വറുത്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് 2 സൈഡ് ഒരുപോലെ വറുത്തെടുക്കാം. മറിച്ചിട്ട ശേഷം നെയ്യ് കുറവാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ ഇവിടെ വറുത്ത് കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അലുവയിലേക്ക് ചേർക്കാനുള്ള നട്ട്സും ആൽമണ്ട്സും ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് അലുവയുടെ പണി തുടങ്ങാം. അതിനായി കടായി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് പൊടിച്ചു വെച്ച ആൽമണ്ട്സും നട്ട്സും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഏകദേശം ഈ ഒരു കളർ ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം വറുത്തെടുത്ത ബ്രെഡ് പീസും കൂടെ ചേർത്ത് നല്ലോണം പൊടിച്ചു കൊടുക്കാം. ഏകദേശം ഈ ഒരു പരുവായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബ്രെഡ് അലുവ ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ 100ാമത്തെ എപ്പിസോഡിലെ ഈ വെറൈറ്റി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് കമന്റ്സിലൂടെ അറിയിക്കണേ. പിന്നെ മൈ മസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മൈ മസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചേക്കണം. അപ്പം ഇതുപോലത്തെ വെറൈറ്റി അടിപൊളി റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.